ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു നല്ല മൂവിയുടെ കഥയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. തികച്ചും വിചിത്രമെന്ന് തോന്നാവുന്ന ഈ റീസെൻ്റായി റിലീസായ വിചിത്രം എന്ന മൂവിയുടെ കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. 5 ആൺമക്കളുള്ള ജാസ്മിൻ്റെ കുടുംബം. ജാസ്മിൻ്റെ സഹോദരൻ്റെ മരണശേഷം അവരുടെ കുടുംബ വീടായ ഒരു മാളികയിലേക്ക് അവർ താമസം മാറും. ആ വീട്ടിൽ ചെന്നതിന് ശേഷം അവർക്ക് നേരിടേണ്ടി വരുന്ന തികച്ചും അസ്വാഭാവികമായ സംഭവങ്ങളും പേടിപ്പെടുത്തുന്ന രംഗങ്ങളും കൂട്ടിയിണക്കിയാണ് ഈ ചിത്രത്തിൻ്റെ കഥ. തികച്ചും വിചിത്രമെന്ന് തോന്നിപ്പിക്കുന്ന എന്തോ ഒന്ന് ഈ കഥയിലുണ്ട്. അതെന്താണെന്ന് കാണാനായി സിനിമയുടെ മുഴുവൻ കഥയും കുറച്ച് മിനിറ്റുകൾ കൊണ്ട് നമുക്ക് കണ്ടിട്ട് വരാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കുറച്ച് പേർ ഡാൻസ് കളിക്കുന്നതും അതൊരു പെൺകുട്ടി അവളുടെ പെയിൻറ്റിംഗ് ബുക്കിൽ വരയ്ക്കുന്നത് കാണിക്കും. ആ ഡാൻസ് കളിക്കുന്ന പെൺകുട്ടികളിൽ ഒരാൾ മുയലിൻ്റെ മാസ്ക് വെച്ചിട്ടുണ്ട്. ആ പെൺകുട്ടിയെ തന്നെയാണ് അവൾ വരയ്ക്കാൻ ശ്രമിക്കുന്നത്. പിന്നീട് 2 മുയലുകളെ കാണിക്കും. അവ ഹാപ്പിയായി ഓടി നടക്കുന്നതിനിടയിൽ ഒരു മുയൽ തീയിൽപ്പെട്ട് ചാകുന്നതായും കാണിക്കും. ആ മുയലുകളിൽ ഒന്നിനെ ഒരാൾ പിടിച്ചുകൊണ്ട് വന്ന് ഒരു കൂടിനുള്ളിൽ പൂട്ടിയിടും. ഈ സമയം ആ മാളികയിലുള്ള ഒരു പഴയ മോഡൽ കാർ മേടിക്കാനായി 2-3 ചെറുപ്പക്കാർ ആ വീട്ടിലെത്തും. കാറിന്റെ കണ്ടീഷനൊക്കെ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വീടിന്റെ ഓണറായ അലക്സാണ്ടർ അവരുടെ അടുത്തെത്തി ഞാൻ ഈ കാർ വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയുക. ആ ചെറുപ്പക്കാർക്ക് കാർ ഇഷ്ടപ്പെട്ടതിനാൽ അത് വിൽക്കാമോ എന്ന് അവർ പല ആവർത്തി ചോദിക്കും. എത്ര പണം വേണമെങ്കിലും തരാമെന്നും അവർ പറയും. പക്ഷെ ഞാൻ ഈ കാർ വിൽക്കില്ലെന്ന് തന്നെ അലക്സാണ്ടർ ഉറപ്പിച്ച് പറയുകയും അവരെ ഗെറ്റ് ഔട്ട് അടിക്കുകയും ചെയ്യും. അലക്സാണ്ടറുടെ ജോലിക്കാരനായ ചാണ്ടി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയോ അസ്വാഭാവിക ശബ്ദങ്ങൾ കേൾക്കുകയും ആരോ പുറകിലൂടെ മൂവ് ചെയ്യുന്നതായും അയാൾക്ക് തോന്നും. ഭയന്നു പോയ ചാണ്ടി ഈ കാര്യം അലക്സാണ്ടറിനോട് പറയുമ്പോൾ അത് ഞാൻ നോക്കിക്കോളാം, നീ പുറത്തേക്ക് പോയിക്കോളാം അലക്സാണ്ടറും പറയും. ആ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെയാണ് കാണിക്കുന്നത്. അലക്സാണ്ടറുടെ ഭാര്യ അയാളെ ഉപേക്ഷിച്ച് പോയതാണ്. പിന്നെ ആകെയുള്ളത് മാർത്ത എന്നൊരു മകള് മാത്രമാണ്. പക്ഷെ അവളും അടുത്തിടെ മരിച്ചു പോയിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന ചാണ്ടി ജാക്സൺ എന്നൊരാളെ വിളിക്കും. കാർ വാങ്ങാനായി അലക്സാണ്ടറുടെ വീട്ടിലേക്ക് ആ യുവാക്കളെ പറഞ്ഞു വിട്ടത് ഈ ജാക്സൺ ആണ്. വന്നവരോട് ഷൗട്ട് ചെയ്ത് അലക്സാണ്ടർ അവരെ പറഞ്ഞു വിട്ടെന്ന് ചാണ്ടി ജാക്സനോട് പറയുമ്പോൾ അതിന് വേറെ വഴി നോക്കാം, പിന്നെ ഇന്നെൻ്റെ അമ്മയുടെ പിറന്നാളാണ്, കുറച്ച് ബീഫ് വീട്ടിലെത്തിച്ച് കൊടുക്കണമെന്നും ജാക്സൺ ചാണ്ടിയോട് പറയും. ജാക്സന്റെ അമ്മ ജാസ്മിൻ അലക്സാണ്ടറുടെ സിസ്റ്ററാണ്. അന്യമതത്തിലുള്ള ഒരു ഫുട്ബോൾ കളിക്കാരനെ പ്രണയിച്ച് കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ ജാസ്മിനെ അവളുടെ ചേട്ടൻ അലക്സാണ്ടർ വീട്ടിൽ നിന്നും പുറത്താക്കിയിരുന്നു. ജാക്സൺ മൂത്ത മകനാണ്. പുരാതന കാറുകളും മറ്റ് സാധനങ്ങളോടൊക്കെ താല്പര്യമുള്ള ജാക്സന് അത് സ്വന്തമാക്കി മറച്ചുവെക്കലാണ് മെയിൻ പരിപാടി. രണ്ടാമത്തെ മകന്റെ പേര് ജസ്റ്റിൻ. അവന് ചെറിയൊരു ജോലിയുണ്ട്. മൂന്നാമത്തെ മകൻ ജോയി. അവൻ എങ്ങനെയാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലാകാൻ എന്ന് ഗവേഷണം ചെയ്ത് നടക്കുന്നവനാണ്. അതുകൂടാതെ 2 ട്വിൻസും കൂടി ജാസ്മിനുണ്ട്. ഒരാൾ സാവി, മറ്റേയാൾ സ്റ്റെഫാൻ. സാവിയും സ്റ്റെഫാനും ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. അവർക്ക് എല്ലാത്തിനോടും ഒരു അനുകമ്പയുണ്ട്. മൃഗങ്ങളോടും പക്ഷികളോടുമൊക്കെ ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ഈ 5 മക്കളാണ് ജാസ്മിനുള്ളത്. എങ്കിലും ഇതിൽ ആരും തന്നെ വീട്ടു ചെലവിനും മറ്റുമായി അമ്മയായ ജാസ്മിനെ സഹായിക്കാറില്ല. റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ജാസ്മിൻ തനിച്ചാണ് നോക്കുന്നത്. ബീഫുമായി വീട്ടിലെത്തുന്ന ചാണ്ടി അലക്സാണ്ടറും ആരുമായോ തനിച്ച് സംസാരിക്കാറുണ്ടെന്നും തനിക്ക് ആ വീട്ടിൽ താമസിക്കാൻ തന്നെ ഭയവുമാണെന്ന് ജാസ്മിനോട് പറയും. അലക്സാണ്ടറുടെ കാര്യമോർത്ത് ജാസ്മിനും ദുഃഖമുണ്ട്. ജാക്സനാണ് ബീഫ് ഓർഡർ ചെയ്തതെങ്കിലും അതിന് ക്യാഷ് കൊടുക്കുന്നത് ജാസ്മിനാണ്. വീട് വാടക കൊടുത്തിട്ട് തന്നെ മാസങ്ങളായെന്നും തൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലെന്നും ജാസ്മിൻ പറയുമെങ്കിലും ചാണ്ടി തൻ്റെ കയ്യിൽ നിന്നുമാണ് ബീഫിൻ്റെ ക്യാഷ് കൊടുത്തതെന്നും തരണമെന്നും പറയും. ഹസ്ബൻഡ് മരിച്ചുപോയ ജാസ്മിന് ഈ 5 മക്കളെ വളർത്താനും വീട്ടു ചെലവുകൾ നടത്താനും കേക്ക് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലെ ഒരു ചെറിയ ജോലി മാത്രമാണുള്ളത്. അവിടെ സീൻ കട്ട് ചെയ്ത് അന്ന് നൈറ്റ് 5 മക്കളും കൂടി അമ്മയുടെ ബർത്ത്ഡേ ഗംഭീരമായി ആഘോഷിക്കും. ഇൻസ്റ്റഗ്രാമിൽ വൈറലാകണമെന്ന് ആഗ്രഹിക്കുന്നയാളാണല്ലോ മൂന്നാമത്തെ പയ്യൻ ജോയി. അതുകൊണ്ട് തന്നെ അമ്മയുടെ പിറന്നാളാഘോഷത്തിന്റെ വീഡിയോ ഒക്കെ അപ്പോൾ തന്നെ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. അവിടെ സീൻ കട്ട് ചെയ്ത് ചാണ്ടി രാത്രി കള്ളൊക്കെ കുടിച്ച് കൂളായിരിക്കുന്ന സമയത്ത് ആരെ വാതിലിൽ ശക്തിയിൽ തട്ടാൻ തുടങ്ങും. വാതിൽ തുറക്കാൻ ഭയപ്പെട്ട് നിൽക്കുന്ന ചാണ്ടിയോട് പുറത്തെയുള്ളയാൾ അച്ഛന് തീരെ വയ്യ, പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ വിളിച്ചു പറയും. അലക്സാണ്ടറുടെ മരിച്ചുപോയ മകളുടെ ശബ്ദമാണ് ചാണ്ടി കേൾക്കുന്നത്. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ പടിക്കെട്ടിൽ നിന്നും താഴേക്ക് വീണ് മരിക്കുന്ന അലക്സാണ്ടറുടെ ശവമടക്കാണ് കാണിക്കുക. ശവസംസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ചാണ്ടി ഒരു പ്രേതം പിടിച്ച അവസ്ഥയിലായിരിക്കും. കാരണം താൻ ഇന്നലെ നൈറ്റ് മരിച്ച മാർത്തയുടെ ശബ്ദം നല്ല ക്ലിയറായി കേട്ടതാണ്. ആ രാത്രി തന്നെ ഓടി അലക്സാണ്ടറുടെ വീട്ടിലെത്തിയപ്പോൾ അയാൾ സ്റ്റെപ്പിന് താഴെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ഈ കാര്യങ്ങളൊക്കെ അവിടെ വന്നവരോടും ചാണ്ടി പറയും. തൻ്റെ സ്വന്തക്കാർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കാൻ പോകുന്നത് ആത്മാക്കൾക്ക് അറിയാമെന്നും ജാസ്മിൻ ചാണ്ടിയോട് പറയും. ഇതെല്ലാം കേട്ട് ആകെ പേടിച്ചു പോകുന്ന ചാണ്ടി ആ നാട്ടിൽ നിന്ന് തന്നെ ഓടിപ്പോകും. അവിടെ സീൻ കട്ട് ചെയ്ത് ജാസ്മിൻ്റെ വീട് കാണിക്കുമ്പോൾ പല മാസങ്ങളായി അവർ റെന്റ് കൊടുക്കാത്തതിനാൽ ഹൗസ് ഓണർ അവരുടെ വീട്ടിലെത്തും. ഇനിയും റെന്റ് തരാതെ ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്നും ഉടനെ തന്നെ ഒഴിഞ്ഞു തരണമെന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകും.
അവിടെ സീൻ കട്ട് ചെയ്ത ജാസ്മിൻ്റെ ഒരു റിലേറ്റീവായ പ്രാഞ്ചി എന്നയാളും അയാളുടെ വൈഫും കൂടി അവരുടെ വീട്ടിലെത്തി. അലക്സാണ്ടറുടെ മരണത്തോടെ ആ വലിയ വീടിപ്പോൾ അനാഥമായി കിടക്കുകയാണ്. നിനക്ക് കൂടി അവകാശപ്പെട്ട വീടാണത്. വാടക പോലും കൊടുക്കാൻ ക്യാഷ് ഇല്ലാതെ ഇവിടെ കഴിയേണ്ടെന്നും ഉടനെ തന്നെ ആ വീട്ടിലേക്ക് താമസം മാറാനും പ്രാഞ്ചി ജാസ്മിനോട് പറയുമ്പോൾ എന്നെ അവിടെ നിന്നും ഇറക്കി വിട്ടതാണ്, ഞാൻ ഇനി അങ്ങോട്ട് പോകില്ലെന്നും ജാസ്മിൻ പറയും. പക്ഷെ മക്കളെല്ലാവരും കമ്പൽ ചെയ്യുന്നതിനാൽ ജാസ്മിനും സമ്മതിക്കും. മക്കളാരും ഫാമിലി നോക്കാത്തവരായതിനാൽ തന്നെ ജാസ്മിന് ഉത്തരവാദിത്തങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. വീട് വാടകയിൽ നിന്നെങ്കിലും ഒഴിയാമല്ലോ എന്നോർത്ത് ജാസ്മിനും മക്കളുമായി അലക്സാണ്ടറുടെ ആ മാളികയിലേക്ക് താമസം മാറും. ജാക്സിന് പഴയ കാറുകളും മറ്റു സാധനങ്ങളും ഒക്കെ മറിച്ച് വിൽപ്പന ഒരു ഹരമാണ്. അലക്സാണ്ടറുടെ ആ പഴയ കാറിൽ ഒരു നോട്ടമിട്ടാണ് ജാക്സൺ ആ വീട്ടിലെത്തുന്നത്. ആ വീട്ടിലെ വിലപിടിപ്പുള്ള തിങ്സൊക്കെ മറിച്ച് വിൽക്കണമെന്ന പ്ലാനും ജാക്സനുണ്ട്. സാവി മാർത്ത വരച്ച ചിത്രങ്ങളൊക്കെ അവിടെ നിന്നും കളക്ട് ചെയ്ത് ജാസ്മിനെ കാണിക്കും. അതിൽ 2 പെൺകുട്ടികളുടെ ചിത്രം കണ്ട ജാസ്മിൻ ഒന്ന് മാർത്തയാണ്, പക്ഷേ മറ്റേ കുട്ടി ആരാണെന്ന് ചിന്തിക്കും. മുകളിലെ റൂമിലേക്കൊന്നും പോകരുതെന്ന് ജാസ്മിൻ മക്കൾക്ക് വാർണിംഗ് നൽകും. പക്ഷെ മുകളിലെ റൂമിൽ നിന്നുമാണ് സാവി ആ ചിത്രം എടുത്തതെന്ന് മനസ്സിലാക്കി ഇനി അവിടേക്ക് പോകരുതെന്ന് ജാസ്മിൻ സ്ട്രിക്റ്റായി തന്നെ അവനോട് പറയും. അവിടെ ഉണ്ടായിരുന്ന 2 മുയലുകളോടും സാവിക്കും സ്റ്റെഫാനും ഇഷ്ടമുണ്ട്. സോ കൂടുതൽ സമയം അവർ രണ്ടുപേരും ആ മുയലുകളെ പരിചരിക്കലാണ് പരിപാടി. അവിടെ സീൻ കട്ട് ചെയ്ത് ഉറങ്ങിക്കിടന്നിരുന്ന ജാസ്മിൻ കിച്ചണിൽ നിന്നും എന്തോ ശബ്ദം കേട്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ പൂച്ചക്കുഞ്ഞുങ്ങൾ പാത്രം തട്ടിമറിച്ചിട്ടിരിക്കുന്നത് കാണും. അതുകൂടാതെ കിച്ചണിൽ കയറി ആരെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചതായും അവൾക്ക് മനസ്സിലാകും. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ജസ്റ്റിനൊപ്പം മാർക്കറ്റിൽ നിന്നും വരുന്ന ജാസ്മിൻ ഈ കാര്യം അവനോട് പറയും. ഇന്നലെ രാത്രി നിങ്ങൾ ആരെങ്കിലും കിച്ചണിൽ കയറിയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ തനിക്കറിയില്ലെന്നും ചിലപ്പോൾ ജോയി ആയിരിക്കുമെന്നും ജസ്റ്റിൻ പറയും. അവിടെ സീൻ കട്ട് ചെയ്ത് ജോയ് ബാംഗ്ലൂരിലുള്ള അവൻ്റെ ഗേൾ ഫ്രണ്ടിന് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എനിക്ക് നിന്നെ നേരിൽ കാണണമെന്നും ഇങ്ങോട്ടും വരണമെന്നും ജോയ് അവളോട് പറയും. ഇതുവരെയും നേരിൽ കാണാത്തതിനാൽ ജോയിയെ മീറ്റ് ചെയ്യാൻ വരാമെന്ന് അവളും സമ്മതിക്കും. റൂമിൽ തനിച്ചിരിക്കുന്ന സാവി ബാത്റൂമിൽ നിന്നും എന്തോ ശബ്ദം കേൾക്കാൻ ഇടയാകും. അതെന്താണെന്നറിയാനായി അവൻ അവിടെ എത്തുമ്പോൾ ആരോ കുളി കഴിഞ്ഞ് നടന്നു പോയതായി അവന് മനസ്സിലാകും. ആ ബാത്ടബിൽ നിന്ന് സാവിക്ക് ഒരു മാലയും ലഭിക്കും. എന്തോ ഒന്ന് ആ വീട്ടിലുള്ളതുപോലെ ചില നിഴലുകളും രൂപങ്ങളും ഒക്കെ അവിടെ ഇവിടെയായി കാണിക്കുന്നുണ്ട്. നനഞ്ഞ കാൽപ്പാടുകളെ പിന്തുടർന്ന് സാവി പോകുമെങ്കിലും ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു ഡോറിന് ഇപ്പുറം കൊണ്ട് ആ കാൽപ്പാടുകൾ അവസാനിക്കും. ബാത്റൂമിൽ നിന്ന് ലഭിച്ച ആ ചെയിനുമായി സാവി താഴേക്ക് വരുമ്പോൾ ആ ചെയിൻ കണ്ട് ഇഷ്ടപ്പെടുന്ന ജോയ് അവൻ്റെ കയ്യിൽ നിന്നും ആ ചെയിൻ കൈക്കലാക്കും. അവിടെ ചെയിൻ കട്ട് ചെയ്ത് ജാക്സിനെ കാണിക്കുമ്പോൾ വന്നിട്ട് ഇത്ര ദിവസമായിട്ടും ആ കാറിൻ്റെ കീ കണ്ടെത്താൻ അവന് കഴിഞ്ഞിരുന്നില്ല. അലക്സാണ്ടറുടെ റൂം മുഴുവൻ അവൻ ആ കീ തപ്പി നോക്കുമ്പോൾ വളരെ കോസ്റ്റ്ലിയായ അലക്സാണ്ടറുടെ വാച്ചും മറ്റ് തിങ്സും ഒക്കെ കാണാനിടയാകും. അതുകൂടാതെ അലക്സാണ്ടറുടെ ചെക്ക് ബുക്കും ജാക്സിന് ലഭിക്കും. എല്ലാം കൊണ്ടും കോളടിച്ചല്ലോ എന്നോർത്ത് സന്തോഷിക്കുന്ന ജാക്സിനെ കാണിച്ച് നെക്സ്റ്റ് സീനിൽ ജോയിയുടെ ഗേൾ ഫ്രണ്ട് അവനായി കേരളത്തിലെത്തും. ജോയ് അവളുമായി വീട്ടിലെത്തുകയും മറ്റാരും കാണാതെ പുറകിലൂടെ ജോയ് അവളെ മുകളിലെ നിലയിലെ തൻ്റെ റൂമിലെത്തിക്കുകയും ചെയ്യും. സാവിയുടെ കയ്യിൽ നിന്നും കൈക്കലാക്കിയ ആ വലിയ ചെയിനും ജോയ് അവൾക്കായി സമ്മാനിക്കും. അതിനുശേഷം ഫ്രഷ് ആകാനായി ഗേൾ ഫ്രണ്ട് റെസ്റ്റ് റൂമിലേക്കും സ്മോക്ക് ചെയ്യാനുള്ള ലൈറ്റർ എടുക്കാനായി ജോയ് താഴെ കിച്ചണിലേക്കും പോകും. ബാത്റൂമിൽ ആ പെൺകുട്ടി തനിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോകുകയും ആരോ തൻ്റെ അടുത്തേക്ക് വരുന്നതായി അവൾക്ക് തോന്നുകയും ചെയ്യും. പെട്ടെന്നൊരു രൂപം അവളുടെ അടുത്തെത്തി അവൾക്ക് ജോയ് കൊടുത്ത ആ ചെയിൻ അവളുടെ കഴുത്തിൽ നിന്നും പൊട്ടിച്ചെടുത്ത് മറിഞ്ഞു പോകുകയും ചെയ്യും. ആകെ ഭയന്നു പോയ അവളുടെ അടുത്തേക്ക് ജോയ് എത്തുമ്പോൾ നീയാണോ അതോ ഏതെങ്കിലും നെഗറ്റീവ് എനർജിയാണോ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് അവൾ ഇമോഷണലായി സംസാരിക്കും. അവിടെ നടന്നത് എന്താണെന്ന് പോലും മനസ്സിലാകാതെ ജോയി അവളെ കൂളാക്കാൻ ശ്രമിക്കുമെങ്കിലും ആകെ ഭയന്നു പോയ അവൾ ആ രാത്രി തന്നെ അവരുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആകും. നിങ്ങളുടെ വീട്ടിൽ പ്രേതമുണ്ടെന്ന് ജോയിയോട് പറഞ്ഞതിന് ശേഷമാണ് അവൾ അവിടെ നിന്നും പോകുന്നത്. ജീവൻ വേണമെങ്കിൽ നീയും ഇവിടെ നിന്നും രക്ഷപ്പെട്ടോളൂ എന്നും അവൾ പറയും. അവൾ പറഞ്ഞത് കേട്ട് ജോയി ആകെ കൺഫ്യൂസ്ഡ് ആകും. ആ മാളികയുടെ മുകളിലെ റൂമുകളെല്ലാം പൂട്ടിക്കിടക്കുന്ന രീതിയിലായിരുന്നു. അതിലൊരു റൂമിൽ 2 പെൺകുട്ടികളെ കാണിക്കും. മൂവിയുടെ തുടക്കത്തിൽ ഈ പെൺകുട്ടികളെയാണ് കാണിച്ചത്. ജോയുടെ ഗേൾ ഫ്രണ്ടിന്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്ത ചെയിൻ അവരുടേതാണ്. മാർത്തയും അവളുടെ ഫ്രണ്ടായ സംഘമിത്ര എന്ന പെൺകുട്ടിയുമാണ് അവർ. സംഘമിത്ര ആ ചെയിൻ മാർത്തയ്ക്ക് നൽകും. അവിടെ ചെയിൻ കട്ട് ചെയ്ത് അലക്സാണ്ടറുടെ ബാങ്ക് ബാലൻസ് കൈക്കലാക്കാനായി അയാളുടെ സിഗ്നേച്ചർ കണ്ടെത്തി ആ സിഗ്നേച്ചർ ഇടാനായി ജാക്സൺ ട്രൈ ചെയ്യും. പലതവണ എഴുതി അയാളുടെ സൈൻ ഇടാൻ പഠിച്ചതിന് ശേഷം ചെക്ക് ലീഫിൽ ആ സൈൻ ഇട്ട് ജാക്സൺ ബാങ്കിലെത്തും. എങ്ങാനും പിടിക്കപ്പെടുമോ എന്ന് ഭയന്നാണ് ജാക്സൺ ബാങ്കിലെത്തുക. പക്ഷേ എല്ലാ വെരിഫിക്കേഷന് ശേഷവും ബാങ്കിൽ നിന്നും ചെക്കിൽ എഴുതിയ പണം ജാക്സന് നൽകും. ജാക്സൺ അവൻ്റെ അച്ഛൻ്റെ ബൈക്ക് മുൻപ് പണയപ്പെടുത്തിയിരുന്നു. പൈസ കിട്ടിയതും ജാക്സൺ ആ ബൈക്ക് തിരിച്ചെടുക്കും.
ജാക്സന് എവിടെ നിന്നോ പണം കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി പ്രാഞ്ചി അവൻ്റെ കുത്തിന് പിടിച്ച് നിനക്ക് എവിടെ നിന്നാണ് ഇത്ര പണം കിട്ടിയതെന്ന് ചോദിക്കും. ജാക്സന്റെ കയ്യിൽ കിടക്കുന്ന അലക്സാണ്ടറുടെ വാച്ചും അയാൾ ശ്രദ്ധിക്കും. ആ വീടിലുള്ളതെല്ലാം നീ വിറ്റ് മുടിപ്പിക്കുമോ എന്നൊക്കെ പ്രാഞ്ചി ചോദിക്കും. നല്ല രീതിയിൽ നിന്നാൽ ആ വീട് ഇനി നിങ്ങൾക്ക് തന്നെയാണ് സ്വന്തമെന്ന് പറഞ്ഞ് പ്രാഞ്ചി അഡ്വൈസ് നൽകും. അവിടെ സീൻ കട്ട് ചെയ്ത് ഒരു പ്രാവിന് പിന്നാലെ പോകുന്ന സ്റ്റെഫാൻ മുകൾ നിലയിലെ ഒരു റൂമിലെത്തും. ആ റൂം തികച്ചും വ്യത്യസ്തമായ രീതിയിലാണെന്ന് അവന് തോന്നും. അവിടെ ധാരാളം ശിലകളും പെയിന്റിങ്സും ഒക്കെയുണ്ട്. ആ സമയം അവിടേക്ക് വരുന്ന സാവി സ്റ്റെഫാനെയും കൂട്ടി അവിടെ നിന്നും പോകും. അവർ പോയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ശിലയെ കാണിച്ചുകൊണ്ട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഊട്ടിയിലെ ഒരു കോളേജിൽ പഠിക്കുന്ന അലക്സാണ്ടറുടെ മകളായ മാർത്ത അവിടെ കൂടെ പഠിക്കുന്ന സംഘമിത്ര എന്ന ഒരു പെൺകുട്ടിയുമായി ഫ്രണ്ട്ഷിപ്പിലാകും. സ്വന്തം ഫാമിലിയിൽ നിന്ന് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും എന്തൊക്കെയോ പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. തികച്ചും ഒറ്റപ്പെട്ടു പോകുന്ന ഈ രണ്ട് പെൺകുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിലാകും. അവർ തമ്മിൽ ഒരു ലെസ്ബിയൻ റിലേഷൻഷിപ്പിലാകുകയും ചെയ്യും. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒരു ദിവസം മാർത്തയെ കാണാതാകും. മാർത്തയെ അന്വേഷിച്ച് സംഘമിത്ര കേരളത്തിലുള്ള മാർത്തയുടെ വീട്ടിലെത്തും. മാർത്തയുടെ ഫ്രണ്ടാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അലക്സാണ്ടറെ പറ്റിച്ച് സംഘമിത്രയും ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങും. പക്ഷേ പോകെ പോകെ അവരുടെ റിലേഷനിൽ അലക്സാണ്ടർക്കും സംശയം തോന്നി തുടങ്ങും. അവിടെ സീൻ കട്ട് ചെയ്ത് പ്രസന്റ് കാണിക്കുമ്പോൾ ആ കാറിന്റെ കീ കണ്ടെത്തി ജാക്സൺ കാറിനുള്ളിലിരിക്കുമ്പോൾ ആ രണ്ട് മുയലുകളിൽ ഒരെണ്ണം കാറിന്റെ മുകളിലേക്ക് ചാടും. ജാക്സൺ ഉടനെ ആ മുയലിനെ ഫോളോ ചെയ്ത് പിടിച്ച് അതിനെ കൊല്ലാനായി തുടങ്ങും. ഇത് കണ്ടുവരുന്ന സാവിയും സ്റ്റെഫാനും അതിനെ കൊല്ലരുതെന്ന് പറഞ്ഞ് ആകെ പ്രശ്നമാക്കും. ജാക്സൺ അവരെ നല്ല രീതിയിൽ ചീത്ത പറഞ്ഞതിനു ശേഷം അവൻ്റെ ഫ്രണ്ടിനെയും കൂട്ടുപിടിച്ച് ആ മുയലിനെ കൊന്ന് കറിയാക്കും. ഇതൊക്കെ മുകളിലെ റൂമിലെ ജനലിലൂടെ വളരെ വേദനയോടെ നോക്കുന്ന മാർത്തയെ കാണിക്കും. ഈ രണ്ടു മുയലുകളും മാർത്തയും സംഘമിത്രയുമായിട്ടാണ് അവർ കണ്ടിരുന്നത്. രണ്ടുപേരിൽ ഒരാളെ കൊന്നതിൽ സഹിക്കാനാവാത്ത സങ്കടത്തിൽ മാർത്ത ഒച്ചത്തിൽ നിലവിളിക്കും. ഈ ശബ്ദം ജോയ് കേൾക്കാനിടയാകും. എവിടെ നിന്നാണ് ശബ്ദം കേട്ടതെന്നറിയാനായി ജോയ് മുകൾ നിലയിലെ റൂമിലെത്തും. അവിടെ പലതരത്തിലുള്ള ശില്പങ്ങൾ കണ്ട് ജോയ് ആശ്ചര്യത്തോടെ അതൊക്കെ തൊട്ടു നോക്കുന്നതിനിടയിൽ അകത്തെ റൂമിൽ നിന്നും വലിയ ശബ്ദങ്ങൾ കേൾക്കുകയും ആരോ തന്നെ ഫോളോ ചെയ്യുന്നതായും തോന്നി തന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ജോയ് താഴേക്ക് ഓടി രക്ഷപ്പെടും. ഒരു മുയലിനെ ജാക്സൺ കൊന്നതിനാൽ മറ്റേ മുയലിനെ കയ്യിലെടുത്ത് സാവിയും സ്റ്റെഫാനും വളരെ ഇമോഷണലായിരിക്കുമ്പോഴാണ് ജോലി കഴിഞ്ഞ് ജസ്റ്റിൻ വീട്ടിലേക്ക് വരുന്നത്. ഒരു മുയലിനെ ജാക്സൺ കൊന്നു കളഞ്ഞെന്ന് സ്റ്റെഫാൻ വളരെ ഇമോഷണലായി ജസ്റ്റിനോട് പറയുമ്പോൾ വളരെ ദേഷ്യത്തിലാകുന്ന ജസ്റ്റിൻ ഇത് ജാക്സനോട് ചോദിക്കുകയും അവർ തമ്മിൽ അടിപിടിയിലാവുകയും ചെയ്യും. മക്കൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കണ്ട് അവരെ പിടിച്ചു മാറ്റിയതിന് ശേഷം ഈ വീട്ടിൽ താമസിക്കുന്നതിനാലല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ, നമുക്ക് വേറെ വീട് നോക്കാമെന്നും കലിപ്പോടെ അമ്മ പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും പല അഭിപ്രായങ്ങൾ പറഞ്ഞ് വീണ്ടും വാക്കുതർക്കത്തിലാകുമ്പോൾ ജാസ്മിൻ ഇടപെട്ട് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കും. അതിനുശേഷം ജോയ് ജാക്സന്റെ അടുത്തെത്തി ഈ വീട്ടിൽ പ്രേതമുണ്ട്, നമുക്ക് ഇവിടെ നിന്നും പോകാമെന്നും പറയും. പക്ഷെ ജോയ് പറയുന്നതൊന്നും ജാക്സൺ കാര്യമായി എടുക്കില്ല. എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ജാക്സൺ ഉറങ്ങിക്കിടക്കുന്ന ജാസ്മിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്യും. കാരണം അന്ന് നടന്ന പ്രശ്നങ്ങളെല്ലാം ജാക്സൺ കാരണം ഉണ്ടായതാണ്. താൻ കാരണം അമ്മ വേദനിച്ചതിനാലാണ് ജാക്സൺ ക്ഷമ ചോദിക്കുന്നത്. അതിനുശേഷം അവിടെ ഇരുന്നുറങ്ങുന്ന ജാക്സൺ ആ മുയലിനെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരും. ആ സമയം മറ്റേ മുയൽ മുകളിലെ റൂമിലേക്ക് കയറിപ്പോകുന്നത് കണ്ട് ജാക്സൺ അതിനെ പിന്തുടരാൻ ശ്രമിക്കും. അതിനെ പിന്തുടർന്ന് ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന റൂമിലേക്ക് ജാക്സൺ എത്തും. ഈ സമയം കൈകളിൽ കയറുമായി പുറകിലൊരു രൂപം നിൽക്കുന്നത് കാണിക്കും. ജാക്സൺ പതിയെ മുയലിനെ പിടിക്കാൻ തുടങ്ങുമ്പോൾ മാർത്ത ജാക്സന്റെ പുറകിൽ നിന്നും കയർ കൊണ്ട് അവന്റെ കഴുത്തിൽ കുരുക്കിടും. ജാക്സനെ കൊല്ലാനായി കഴുത്തിലെ കയർ അവൾ വരിഞ്ഞു മുറുക്കും. മാർത്തയുടെ രൂപം കണ്ട് ജാക്സൺ ആകെ ഭയന്നു പോകും. കുരുക്കിൽ നിന്നും രക്ഷപ്പെട്ട് ജാക്സൺ ഓടാൻ ശ്രമിക്കുമെങ്കിലും അവനെ വിടാതെ പിടിച്ച് മാർത്ത ആ കയറിൽ കുരുക്കി ടെറസിൽ നിന്നും താഴേക്ക് തള്ളിയിടും. കുരുക്കിൽപ്പെട്ട് ജാക്സൺ അന്തിശ്വാസം വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് സംഘമിത്രയും എത്തും. മാർത്തയും സംഘമിത്രയും കൂടി അവരുടെ മുയലിനെ കൊന്ന രീതിയിൽ തന്നെ ജാക്സനെയും കൊല്ലാൻ ട്രൈ ചെയ്യുമ്പോൾ ശബ്ദം കേട്ട് ജാസ്മിൻ അങ്ങോട്ടെത്തുക. മാർത്തയെ കണ്ട മാർത്ത എന്ന് ജാസ്മിൻ ഉച്ചത്തിൽ വിളിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് മാർത്ത ആ കയറിൽ നിന്നും പിടിവിടും. അവിടെ സീൻ കട്ട് ചെയ്ത് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ വീടിന് പുറത്തുനിന്നും വിളിക്കുന്ന സംഘമിത്രയുടെ അടുത്തേക്ക് പോകാനായി മാർത്ത തുടങ്ങുമ്പോൾ അലക്സാണ്ടർ ഓടി വന്ന് ഡോർ ലോക്ക് ചെയ്യും. എനിക്ക് അവൾക്കൊപ്പം പോകണമെന്ന് പറഞ്ഞ് മാർത്ത ബഹളമുണ്ടാക്കുമ്പോൾ പുറത്ത് ആരുമില്ലെന്ന് പറഞ്ഞ് മാർത്തയെ കൂളാക്കാൻ അയാൾ ശ്രമിക്കും. ശരിക്കും സംഘമിത്ര ജീവനോടെയില്ല. ഇവരുടെ റിലേഷൻ മനസ്സിലാക്കിയ അലക്സാണ്ടറാണ് അവളെ ജീവനോടെ കത്തിച്ചു കൊല്ലുന്നത്. സംഘമിത്രയെ കൊന്നതിനു ശേഷം തൻ്റെ മകൾ മാർത്തയാണ് തീ പിടിച്ച് മരിച്ചതെന്ന് വരുത്തി തീർത്ത് മാർത്തയെ ആ വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും അയാൾ അനുവദിച്ചിരുന്നില്ല.
അവിടെ ജോലി ചെയ്തിരുന്ന ചാണ്ടിക്ക് പോലും മാർത്ത ജീവനോടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. സംഘമിത്രയെ ബ്രൂട്ടലായി ടോർച്ചർ ചെയ്ത് തീ കൊളുത്തിയാണ് അലക്സാണ്ടർ അവളെ കൊല്ലുന്നത്. അവൾ മരിച്ചാലും എന്നെ വിട്ടു പോകില്ല, എനിക്ക് അവൾക്കൊപ്പം പോകണമെന്ന് പറഞ്ഞ് മാർത്ത ആശി പിടിച്ച് പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുമ്പോൾ അലക്സാണ്ടർ അവളെ തടയാൻ ശ്രമിക്കും. ഇതിനിടയിൽ അലക്സാണ്ടർ സ്റ്റെപ്പിൽ നിന്ന് തലയിടിച്ച് തറയിലേക്ക് തെറിച്ചു വീഴും. അച്ഛനെ രക്ഷിക്കാനായി മാർത്ത ഉടനെ ചാണ്ടിയുടെ വീട്ടിലെത്തി ഡോറിൽ തട്ടിയതിനു ശേഷം അച്ഛനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഓടിപ്പോകും. മരിച്ചുപോയ മാർത്തയുടെ ശബ്ദം കേട്ട് ചാണ്ടി ആകെ ഭയന്നു പോകും. മാർത്ത ശരിക്കും മരിച്ചിട്ടില്ലെന്ന് ചാണ്ടി അറിഞ്ഞിരുന്നില്ലല്ലോ. ഈ സമയം മരണത്തോട് മല്ലടിക്കുന്ന അലക്സാണ്ടർ പുറത്ത് സംഘമിത്രയുടെ രൂപത്തെ കാണുകയും സെക്കൻഡുകൾക്കകം അയാൾ മരിക്കുകയും ചെയ്യും. ഇത്രയും നാൾ പുറം ലോകം അറിയാതെ ജീവിച്ചതുപോലെ തന്നെ ആരുടെയും കണ്ണിൽപ്പെടാതെ വീണ്ടും ജീവിക്കണമെന്ന് തീരുമാനിച്ച് മാർത്ത ആ വീടിനുള്ളിൽ തന്നെ കഴിയാൻ ആരംഭിക്കും. ഇതിനിടയിലാണ് ജാസ്മിനും ഫാമിലിയും ആ വീട്ടിൽ താമസിക്കാൻ എത്തുന്നത്. അവിടെ സീൻ കട്ട് ചെയ്ത് ഹോസ്പിറ്റലിലുള്ള ജാക്സനെ കാണിക്കും. കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ഡിസ്ചാർജ് ആകുന്ന ജാക്സനുമായി അവർ ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ ഇനി ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണോ എന്ന് പ്രാഞ്ചി അവരോട് ചോദിക്കും. മാർത്ത എൻ്റെ ചേട്ടൻ്റെ മകളാണ്, അവൾ എൻ്റെ മകളെ പോലെയാണ്, സോ അവൾക്കൊപ്പം ഞങ്ങളും ആ വീട്ടിൽ താമസിക്കുമെന്ന് ജാസ്മിൻ പ്രാഞ്ചിയോട് പറയും. നെക്സ്റ്റ് സീനിൽ മാർത്തി എന്ന പേരിൽ സംഘമിത്രയെ അടക്കം ചെയ്ത് കല്ലറയ്ക്ക് മുന്നിലെത്തി മാർത്ത വളരെ വിഷമത്തോടെ പൂക്കൾ സമർപ്പിക്കുന്നത് കാണിക്കും. സംഘമിത്ര മരിച്ചെന്ന് മാർത്ത ഇന്ന് വരെ അംഗീകരിച്ചിരുന്നില്ല. പക്ഷെ സംഘമിത്ര ഇന്നീ ഭൂമിയിലില്ലെന്ന് അവൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അതിനുശേഷം 5 ആൺമക്കളുള്ള ജാസ്മിൻ്റെ ഒരു മകളായി മാർത്ത മാറുകയും അവരോടൊപ്പം നല്ലൊരു ജീവിതം ജീവിക്കുന്നതായും കാണിക്കും. അവിടെ സീൻ കട്ട് ചെയ്ത് ജാക്സനെ കാണാൻ 2-3 ആളുകൾ എത്തുകയും വിലപിടിപ്പുള്ള ഒരു കോയിൻ്റെ ഡീൽ നടത്താമെന്നും 300 കോടി കമ്മീഷൻ ലഭിക്കുമെന്നും പറയും. ജാക്സൺ ചെയ്തിരുന്ന ഈ പഴയ ബിസിനസ് ചെയ്യാൻ തന്നെ അവൻ തീരുമാനിക്കുകയും അവിടെ മിസ്റ്ററി കണ്ടിന്യൂസ് എന്ന് എഴുതി കാണിച്ച് ഈ മൂവിയും അവസാനിക്കും. തികച്ചും വ്യത്യസ്തമെന്ന് തോന്നിയ ഈ മൂവിയുടെ കഥ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു കഥയുമായി കാണാം. അതുവരെ ടാറ്റാ.